നമ്മൾ സാധാരണ ഇങ്ങനെ പറയും അല്ലേ, 108 തവണയാണ് മന്ത്രങ്ങൾ ഉരുക്കഴിക്കേണ്ടതെന്ന്. എന്താണ് ഈ 108 തവണ? സാധാരണ നമ്മൾക്ക് പാസ് ചെയ്തിരിക്കുന്ന ഒരു നോളജ് പ്രകാരം അവർ പറയുന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ആത്മാവും ശരീരവും ഒരുപോലെ സിങ്കാവും. ഓക്കെ, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ശക്തിയുമായി നമ്മുടെ സ്പിരിച്വൽ ശക്തി, ആത്മാവിൻ്റെ ശക്തി അലൈനാവും. അതായത് സ്പിരിച്വൽ അലൈൻമെൻറ്റ് വിത്ത് അവർ കോസ്മിക് എനർജി. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിന് ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയാം സ്പിരിച്വൽ ടേംസിൽ. പക്ഷേ ഈ 108 ഒരു സിഗ്നിഫിക്കൻസ് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ഈ നമ്മൾക്ക് 108 ഉപനിഷത്തുകളാണുള്ളത്. അതുപോട്ടെ, അത് നമ്മൾക്ക് സ്ക്രിപ്റ്റ് സൈഡിലാണെന്ന് നോക്കാം. അല്ലാണ്ട് ഈ ആയുർവേദ പ്രകാരം നമ്മുടെ ശരീരത്തിൽ 108 നാഡികളുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ പ്രകാരം നമ്മളുടെ ശരീരത്തിൽ 108 മർമ്മങ്ങളും ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എന്നത് ഏകദേശം ഈ സൂര്യൻ്റെ വ്യാസത്തിൻ്റെ, അതായത് സൂര്യൻ്റെ ഡയമീറ്ററിൻ്റെ 108 തവണയാണ്. അതായത് ഈ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് സൂര്യൻ്റെ ഡയമീറ്ററിനെ 108 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അങ്ങനെ ചെയ്യുമ്പം ആക്ച്വലി നമ്മൾക്കൊരു 107.5 അങ്ങനെയാണ് കിട്ടുക, 107.5. നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 108 ആക്കാം, വേണമെങ്കിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നതും ഏകദേശം 108 പ്രാവശ്യം ചന്ദ്രൻ്റെ വ്യാസമാണ്. അതായത് 108 മൾട്ടിപ്ലൈഡ് ബൈ ചന്ദ്രൻ്റെ വ്യാസം, അത് ഏകദേശം വരുന്നത് 110. പക്ഷെ നമ്മൾക്ക് ഈ രണ്ട് ഇതും നമ്മൾക്ക് പറയാൻ പറ്റുന്നത് ഏകദേശം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊന്നും കറങ്ങുന്നത് എക്സാക്ട് റൗണ്ടിലല്ല, അല്ലേ, ഒരു ദീർഘ വൃത്താകൃതിയിലാണ്. അപ്പം അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യം അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏവറേജ് എടുക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മൾക്ക് ഈ ഒരു നമ്പർ കിട്ടുക. അപ്പം ഇങ്ങനെയൊരു ദൂരവും വ്യാസവും തമ്മിൽ ഇങ്ങനെ ഒരു 1:1 റേഷ്യോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ സൂര്യനും ചന്ദ്രനും ഒരേ സൈസിൽ കാണുന്നത്, അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഈ സൂര്യൻ എന്ന് പറയുന്നത് പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭൂമിയേക്കാളും 150 മടങ്ങ് വലിപ്പമുള്ള സാധനമാണ്, അല്ലേ. അതിനും ഒരു 108 അടുപ്പിച്ചിട്ട് വരുന്നൊരു സംഭവം തന്നെയാണ് അതും. എന്നാലും പറയാം, ഈ 150 ടൈംസ് വലിപ്പമുള്ള, അതായത് 150 പ്രാവശ്യം നമ്മൾ ഭൂമിയെ പിടിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത്രയ്ക്കും വലിപ്പമുള്ള സാധനമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. എന്നാൽ ചന്ദ്രൻ എന്ന് പറയുന്നതോ വെറും ഭൂമിൻ്റെ ഒരു 0.27 അങ്ങനെ ഒരു വളരെ ചെറിയൊരു സാധനമാണ്. പക്ഷെ നമ്മളിവിടെ നോക്കുമ്പോൾ രണ്ടാളെയും ഒരേ സൈസിലാണ് കാണുന്നത്, അല്ലേ. അപ്പം ഇങ്ങനെ ഇവർ ഒരേ സൈസിലായതുകൊണ്ടാണ് ഈ സോളാർ എക്ലിപ്സ് ഒക്കെ നടക്കുന്നത്. അതായത് ഈ ഫുൾ സോളാർ എക്ലിപ്സ് അല്ലെങ്കിൽ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് എന്താണ്, ചന്ദ്രൻ വന്നിട്ട് സൂര്യനെ മറച്ചു പിടിക്കുന്നതാണ്, അല്ലേ. അതായത് ഫുള്ളി മറക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് പൂർണ്ണ സൂര്യഗ്രഹണമാണെങ്കിൽ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. അപ്പം ഈ ഒരു ദൂരവും വ്യാസവും തമ്മിൽ ഇങ്ങനെ ഒരു 1:1 റേഷ്യോ ഉള്ളത് കൊണ്ടാണ് ചന്ദ്രൻ അങ്ങനെ മറക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഈ 108 എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.